ഭൂതദയ എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ, ഭൂതദയയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹരേ കൃഷ്ണ, എല്ലാവർക്കും പാർത്ഥ സാരഥീയത്തിലേക്ക് സ്വാഗതം. ഒരിക്കൽ നാമദേവരുടെ തിരുനാമ ജപത്തെക്കുറിച്ച് ഒരു സംസാരമുണ്ടായി. ഭഗവത് ഭക്തി, തിരുനാമജപം, ഇതിൻ്റെ പിന്നിലെ ഭൂതദയ, അതാണ് സത്യത്തിൽ ഭക്തി എന്ന് പറയുന്നത്. അത് തെളിയിച്ച രണ്ട് ചെറിയ സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. കാശിയിലെ തീർത്ഥം രാമേശ്വരത്തും രാമേശ്വരത്തെ തീർത്ഥം കാശിയിലും അഭിഷേകം ചെയ്യുന്നത് എത്രയോ യാഗത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. അശ്വമേധ യാഗമാണോ എന്ന് ഓർമ്മയില്ല. അങ്ങനെ ഇതിനെപ്പറ്റി അറിയുന്ന കുറേ പണ്ഡിറ്റുകൾ നാമദേവനെയും കൂട്ടി കാശി തീർത്ഥം എടുത്തുകൊണ്ട് കുറേ ദിവസങ്ങൾ യാത്ര ചെയ്ത് രാമേശ്വരത്ത് എത്താറായി. അങ്ങനെ ഒരു സത്രത്തിൽ അന്നത്തെ രാത്രി തങ്ങി പിറ്റേന്ന് രാമേശ്വരത്ത് മഹാദേവന് അഭിഷേകം നടത്താമെന്നും കരുതി സന്തോഷത്തോടുകൂടി സത്രത്തിൽ നിന്നും ഇറങ്ങി. ആ സമയത്ത് തമിഴ്നാട്ടിൽ വെള്ളത്തിന് വളരെ ക്ഷാമം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. ഒരു കഴുത ആ സമയത്ത് ദാഹം കൊണ്ട് വലഞ്ഞ് വീണു കിടക്കുകയും അതിൻ്റെ ഈ കൈകാലുകളെല്ലാം ഇട്ട് അടിക്കുകയും ചെയ്യുന്നത് ഇവർ കണ്ടു. അങ്ങനെ ഉടനെ തന്നെ നാമദേവൻ എന്തു ചെയ്തുവെന്നോ, ഈ കഴുതയുടെ അടുത്ത് ചെന്ന് അഭിഷേകത്തിന് കൊണ്ടുവന്ന ആ കാശി തീർത്ഥം കഴുതയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. പാവം കഴുത ആ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. നന്ദിയോടുകൂടി ആ കഴുത അദ്ദേഹത്തെ ഒന്ന് നോക്കി. പക്ഷേ നാമദേവരുടെ ഈ ഒരു പ്രവൃത്തി കണ്ടൊരു സംഭവമുണ്ടായി. സാക്ഷാൽ പരമേശ്വരൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പക്ഷേ കൂടെയുള്ള പണ്ഡിറ്റുകൾക്ക് ഇതൊട്ടും ഇഷ്ടമായില്ല. ഇനി എന്തിനാണ് രാമേശ്വരത്തേക്ക് പോകുന്നത്? അഭിഷേക ജലം നശിപ്പിച്ചില്ലേ? ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു അവർ. പക്ഷേ നാമദേവർ പറഞ്ഞത് എന്താണെന്നോ, എൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ, ഭഗവാനുള്ള അഭിഷേകമാണിപ്പോൾ നടന്നത്. നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാരണം മറ്റു ജീവികളോട് കരുണ കാണിക്കുന്നതാണ് നമ്മുടെ ഭഗവാന് അഭിഷേകത്തിലും കൂടുതൽ സന്തോഷം. ഭഗവാൻ നമ്മോട് സന്തോഷിച്ചിരിക്കുന്നു. നിങ്ങളിത് മനസ്സിലാക്കൂ. ഇനി നമ്മൾ ദർശനം നടത്തിയാൽ തന്നെ യാഗഫലം ലഭിക്കുന്നതാണ്. നമ്മൾ ഭഗവത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്താൽ മാത്രമേ ഫലമുള്ളൂ എന്ന ആ ഒരു മൂഢമായ ചിന്ത വെടിയൂ നിങ്ങൾ. ആ കഴുതയിലും ഭഗവത് ചൈതന്യം തന്നെയാണ് ഞാൻ ദർശിച്ചത്. മാത്രമല്ല, ഒരു ജീവി ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കൈകാലുകൾ ഇട്ടടിച്ച് മരിക്കാറായിരിക്കുന്ന ആ ഒരു കാഴ്ച നിങ്ങളും കണ്ടതല്ലേ? അപ്പോൾ അതിന് ദാഹജലം കൊടുത്ത് ജീവൻ രക്ഷിക്കുന്നതല്ലേ ഭഗവാനോടുള്ള ഏറ്റവും വലിയ ആ ഒരു അഭിഷേകം, അല്ലെങ്കിൽ ഭഗവാനുള്ള ഏറ്റവും വലിയ അഭിഷേകം? ഞാൻ അത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് നാമദേവർ അവരോടായി പറഞ്ഞു. ഇങ്ങനെ നാമദേവർ പറഞ്ഞപ്പോൾ കൂടെയുള്ളവർക്ക് കാര്യങ്ങളുടെ ആ ഒരു ഗൗരവം മനസ്സിലായി. ഇനി മറ്റൊരു കഥ ഇപ്രകാരമാണ്. ഒരു ദിവസം നാമദേവരുടെ പിറന്നാൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം. എല്ലാവരെയും ശിഷ്യന്മാർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഭക്ഷണശാലയിലേക്ക് വന്ന് അവരെല്ലാവരും വന്നവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ഒരു പാവം പട്ടി വിശന്നു തളർന്ന് അടുക്കള വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ ഈ പട്ടി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഈ പാചകക്കാരാവട്ടെ അതിനെ ഓട്ടിച്ചു വിട്ടുകൊണ്ടുമിരുന്നു. ഈ പട്ടി പിന്നെയും വന്നു. അപ്പോൾ ഈ പാചകക്കാരൻ എന്തു ചെയ്തുവെന്നോ, ഒരു വിറകിൻ്റെ വടി കയ്യിലെടുത്ത് ആ വാതിൽക്കൽ ഈ പട്ടി കാണാതെയിരിക്കാൻ ഒളിച്ചു നിന്നു. ഇത് കണ്ടുകൊണ്ടാണ് നാമദേവർ വന്നത്. അദ്ദേഹത്തിന് വിളമ്പി വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭക്ഷണമെടുത്ത് ഈ പട്ടിയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ ഈ പട്ടി എന്തു ചെയ്തുവെന്നോ, നാമദേവരെ കണ്ടതും ഓടിയത്രേ. നാമദേവരാണെങ്കിൽ റൊട്ടിയും ഒരു കയ്യിൽ മറ്റൊരു കയ്യിൽ നെയ്യും പിടിച്ചുകൊണ്ട് പിന്നാലെ ഓടി ഈ പട്ടിയുടെ. ഇത് കണ്ട നാമദേവരുടെ ഭക്തരും ശിഷ്യരും എല്ലാവരും അദ്ദേഹത്തിൻ്റെ പുറകെ ഓടിപ്പോയി. ഇതിൻ്റെ ഒരു പരിണത ഫലം അറിയാൻ വേണ്ടി നാമദേവരുടെ പിന്നാലെ പോയ കുറച്ചുപേർ പെട്ടെന്ന് അവിടെ നിന്നു. എന്തുകൊണ്ടെന്നാൽ ഓടിപ്പോയ പട്ടിയും നിന്നു, ഒപ്പം തന്നെ നാമദേവരും അവിടെ നിൽക്കുന്നത് അവർ കണ്ടു. പെട്ടെന്നാണ് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത്. ആ പട്ടി നിന്ന ആ സ്ഥലത്ത് പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷനായി. എന്നിട്ട് നാമദേവനെ അനുഗ്രഹിച്ചു. ഇത് കണ്ട് മറഞ്ഞു നിന്നിരുന്നവർ, അയ്യോ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിത് കൊടുത്തേനെയല്ലോ, ഭക്ഷണം കൊടുത്തേനെയല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു എത്രേ. പക്ഷേ ഏതിലും ഭഗവാനെ ദർശിക്കുന്ന നാമദേവർക്ക് വിശന്നും ദാഹിച്ചും വലയുന്നവരെ കണ്ടാൽ നോക്കി നിൽക്കാൻ ആവില്ല. അപ്പോൾ അതിനെയാണ് ഈ ഭൂതദയ എന്ന് പറയുന്നത്. എല്ലാത്തിലും ഞാനാണ്, എന്നിലാണ് ഈ വിശ്വം എല്ലാം എന്ന സത്യം ഭഗവാൻ
മറ്റുള്ളവർക്കും ഇതോടുകൂടി മനസ്സിലാക്കി കൊടുത്തു.